ഹലോ ഹലോ ട്രെയിനിങ് കൊടുക്കാൻ ഞാൻ റെഡി. നിങ്ങളോ? നീ ട്രെയിനിങ് കൊടുക്കാന്ന് പറഞ്ഞ പട്ടാളത്തിൽ ചേർക്കാനാ? ടിവിയിൽ എടുക്കാനല്ലേ? TV ആണ് മലയാളി. പക്ഷെ ഇതുവരെയും ട്രെയിനിങ് കൊടുത്തവൻ മലയാളി നമ്മൾ മൂഞ്ചിട്ടിട്ടേ ഉള്ളൂ. ഇത്തവണ മിലിറ്ററി സർട്ടിഫിക്കറ്റ് തന്നെ ട്രെയിനിങ് കൊടുക്കണം. ഓക്കെ അല്ല മലയാളി, ഈ മലയാളി ഇത് നോക്കോ മലയാളി, ഇതുവരെ കണ്ടതല്ലേ മലയാളി ട്രെയിനിങ് കൊടുത്തിട്ട് കണ്ണാപ്പി നടക്കുന്ന നടപ്പുണ്ടോ? ഞാൻ ട്രെയിനിങ് ഒന്നും കൊടുത്തിട്ടില്ല കണ്ണാപ്പിക്കൊന്നും. പിന്നെ അതിന്റെ കുഴപ്പമാണ് കാണുന്നത്. കണ്ണാപ്പിക്ക് ട്രെയിനിങ് കൊടുക്കുന്നതിൽ ഭേദം മറ്റേ കോഴിക്ക് മറ്റേ സാമാനം വരാൻ പ്രാർത്ഥിക്കുന്നതാണ്. അതാണ്. അതൊക്കെ എനിക്കൊരു ബുദ്ധിമുട്ടാവില്ല, അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കല്ലേ. നമ്മളിനി ആങ്കോഴി പെങ്കോഴി എന്ന് പറഞ്ഞിട്ട് ഇനി അത് ഒരു പ്രശ്നമല്ലേ. നീ ഇപ്പൊ കോഴിയാണല്ലോ ഡീൽ ചെയ്തല്ലേ? അപ്പൊ ക്യാമറ ഞാൻ എങ്ങോട്ടേലും ഇത് ഒതുക്കട്ടെ എങ്ങോട്ടേലും? ആ ക്യാമറ ഒതുക്കൂ. ഓക്കെ, അതങ്ങനെ ഒരു മല്ലി സെറ്റപ്പ് ഒക്കെ എങ്ങനെയുണ്ട്? പെട്ടെന്നുണ്ടാക്കി എടുത്താണ്. പച്ച വേണ്ടായിരുന്നു. എന്ത് ചെയ്യാൻ മല്ലി, ഇത് വെച്ചേ പറ്റുള്ളൂ മല്ലി. കാരണം അവന്മാർക്ക് ആദ്യം തൊട്ടേ പച്ചയെ കാണുമ്പോ വെറുപ്പ് തോന്നണം. നമ്മൾ അങ്ങനെ കണ്ടു തുടങ്ങട്ടെ. പച്ച കാണുമ്പോഴേ ഒരു പൊട്ടണം. അതെ അതെ അതെ, അത് പൊട്ടിക്കാം. ഇന്നോട്ടൊക്കെ പൊട്ടിക്കാം. ഡോക്കി അങ്ങനെ മറ്റേ വൃത്തിയുടെ സിറ്റുവേഷൻ എടുക്കാൻ വന്നല്ല. ഒരു മിലിറ്ററിക്കാരനാവേണ്ടവനായിരുന്നു. എന്തിനിവിടെ വന്ന് പെട്ടു മല്ലി? ഇവിടെ നീനൊക്കെ എന്തിനു വെടിവെക്കാൻ അറിയാത്ത നീയൊക്കെ മിലിറ്ററി പോയിരുന്നെ എന്നേ ചത്തുപോയില്ലായിരുന്നു. ഇവിടെ വന്നിട്ട് എന്തിനു ഞെക്കണം? ഈയോ അങ്ങോട്ട് പോയി എന്ത് വെക്കാൻ? അങ്ങനെ മിലിറ്ററി ഇല്ലല്ലോ മലയാളി. മലയാളിക്ക് ചേറിയെന്നൊക്കെ ചെയ്ത് വാങ്ങ പറഞ്ഞതാടാ. കണ്ണാവുണ്ട്. എന്ത് കണ്ണ് എവിടെ വെക്കണ്ടേ? കാണിക്കുന്നില്ല. കണ്ണതോ പുള്ളിയുടെ അവിടെ. പുള്ളിയുടെ എന്തില്? പുള്ളിയുടെ മെഷീനില്ലതാ ഇവിടെ. ഈ ബില്ലിംഗ് മെഷീൻ കണ്ടോ? മാറിയില്ലതാ, എനിക്ക് കാണിക്കുന്നില്ല. എനിക്ക് കാണിക്കുന്നില്ലടാ. ഇതും കാണാൻ പറ്റുന്നില്ലേ? ഇല്ല. ഒരെണ്ണം മേടിച്ചെന്നാ എനിക്കിതാ. അത് ചെയ്താ പോരെ? ഫാൽക്കൺ ടെക്സസ് ലീഡർ ആണ്. ഓഹോ, ഒരു മിനിറ്റ് ഞാനൊന്ന് എണ്ണിട്ട് നിൽക്കട്ടെ. ഹലോ ഫാൽക്കൺ. ഡോക്കി വന്നപ്പോൾ നൈസ് RP ആയിരുന്നു. ഞാൻ കണ്ടറാ കണ്ണാപ്പിയോട്. അന്ന് നന്നായിട്ട് ചെയ്താ. സ്റ്റാൻഡപ്പ് കോമഡി. സത്യം. എണ്ണിട്ട് നോക്കട്ടെ നമുക്ക്. ചെയ്യട്ടെ. വിയർ കണ്ടപ്പോ തന്നെ സല്യൂട്ട് അടിക്കാൻ തോന്നി. ആരും പിടിച്ചടിക്കാതെ കൊള്ളാം. മേജർ പരുന്തുവാസു. മലയാളിക്ക് വേണമെങ്കിൽ ഗണ്ണ് വേണമെങ്കിൽ ഊരി വെക്കാട്ടോ. വയ്യ മറത്തിട്ട് ചെയിൻ ഊരി നോക്ക്. എന്ത്? അല്ല വയ്യം മറത്തിട്ട് വെസ്റ്റ് ഊരിയാതി. ആർമർ ഒന്നും ഇല്ല. യു ഓൾറെഡി വിയറിംഗ് ദാറ്റ്. ഓക്കെ. ഓ ശരി. ഓ ഏതാ ഇപ്പൊ സെറ്റ് ആയില്ലേ? ഇതാരെ പപ്പടം കൊടുക്കരുതെന്ന്? നീ പുതിയതാണാ? എന്തുവാ പപ്പടം കാണിക്കുന്നത്? പുതിയ ആൾക്കാരല്ലേ പറഞ്ഞത്? ബാബുസേട് പുതിയ ആൾക്കാരെ വിളിച്ചത്. നീ എന്താ പുതിയതാണോ? രണ്ടുപേരുടെ വലിയ കയറി ഇരുന്നോളാം വണ്ടിക്കകത്ത്. പഴയ സ്നേഹം അവന്റെ. പച്ച കണ്ട അപ്പഴേ ഒട്ടി പച്ചത്തീട്ടം. ഇത്തിരി പരണ്ട് ഇറങ്ങാൻ തോന്നല്ലോ അവന്. അഭിമാനം ഉള്ളവനായിരുന്നു എന്നെ ഇവിടെ ഇറക്കണ്ടെന്ന് പറഞ്ഞേനെ. അഭിമാനം ഉണ്ടായിരുന്നവനായിരുന്നെങ്കിൽ. ഇത് അതും ഇല്ലാത്തവനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഇച്ചിരി ഉളുപ്പ്. അപ്പൊ എന്താ പച്ചകളൊക്കെ ആയിട്ട് സംസാരിച്ചിട്ട് എന്തായി? നിനക്ക് ഈ പപ്പടത്തിന്റെ കൂടെ നടന്ന് മറ്റേ സാധനം കയറി വരുന്ന കേട്ടോ. സാധനം അത് വേണ്ടത്. എവിടെ നീ? നിന്റെ പോസ്റ്റൊന്നും കാണുന്നില്ല. ഫ്ലഫി. മൈ ഡ്രീം കം ട്രൂ മൊമെന്റ് വിത്ത് ടെക്സാസ്.
എടാ ആസിന് 2 എസ് ഇടണം അന്നേരം അമ്മമാർക്ക് അങ്ങ് മറന്നുപോയി. അത് 2 എസ് ഇടണം എപ്പോഴും. ഇതാരാ അപ്പാപ്പനാ പുറകിലിരിക്കണം പച്ച ഉടുപ്പിട്ടത്? കറക്റ്റാ അതേപോലത്തെ മുടിയും റൈറ്റോ? ഇതിനകത്ത് വേണോ അതോ മള്ളി നേരെ പറഞ്ഞ ഓപ്പോസിറ്റ് ഉള്ളത് വേണോ? നിന്റെ ഐഡിയ ഇവിടെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതിനകത്തോ? ഓക്കെ എന്നാ ഇതിനകത്ത് നിർത്താം. കുട്ടിയിലിരിക്കാൻ എന്തിനാ കൊണ്ടത്? അതെന്തിനാ തട്ടിയത്? മിസൈലോ? എടാ മിസൈലില് വണ്ടി ഇടിച്ച എങ്ങനെയാടാ പൊട്ടണേ? ഒരു മിനി അറ്റാക്ക് വന്നു എനിക്കോ പണ്ടാരം പിടിക്കാൻ. ശിബുദിനം. ഞാൻ ഒരു കാര്യം പറയട്ടെ, നല്ലൊരു ദിവസം ട്രെയിനിങ് കൊടുത്ത് അവന്മാരെ സെറ്റാക്കി നിർത്താനാ. ആ പച്ചവാണത്തിന്റെ കൂടെ അവരെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരും ശോകമാവും. വന്നതിന്റെ അന്ന് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു 2 പിക്ക് എടുത്ത് കാണുന്നത് ഞാൻ കഴിഞ്ഞ ഒരു 2 മാസം മുമ്പാണ്. ഈ പപ്പടം വിനീത്. പിന്നെ അവന്റെ ഒരു പെർഫോമൻസ് ഞാൻ കണ്ടിട്ടില്ല. ഇനി വെടിവെക്കാൻ അറിയാവുന്ന പിള്ളേരെയും കൂടെ സാധാരണ നീ കണ്ടിട്ടില്ലേ, നമ്മളൊരു ജോലി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ പുതുതായിട്ട് വരുന്നവർ ചോദിക്കും ഇവിടെ എന്തൊക്കെയാണ് പണികൾ, ഇതൊക്കെ ഭയങ്കര പാടാണോ? അപ്പൊ ഈ നേരത്തെ വന്ന് ഊമ്പിയിരിക്കുന്നതും പറയും എടാ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല, ചുമ്മാ നിന്നാ മതി, പെമ്പിള്ളാരുടെ കൂടെ പോവാം, പെമ്പിള്ളാരുടെ കൂടെ പോവാം, ഓൾറെഡി ഉള്ളവരാണ് പ്രശ്നം, നിങ്ങൾക്ക് ഒരു പണിയില്ല, ചുമ്മാ നിന്നാ മതി, മറ്റേ പെമ്പിള്ളാരുടെ കൂടെ പോവാം, അവിടെ ഇങ്ങനെ ആയിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്. അത് ഉറപ്പല്ലേ? അങ്ങനെ ആയിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് തൽക്കാലം അവന്റെ അടുത്തൊന്ന് മാറ്റി ഇവിടെ നമ്മുടെ കൂട്ടത്തിൽ ഈ സൈഡിൽ എങ്ങനെ കൊണ്ട് നിർത്തിയാലോ കേട്ടാ. അപ്പൊ ഒന്നും നടന്നില്ലെങ്കിലേ അവനെ പിടിച്ച് ടാർഗറ്റ് കുട്ടിക്കൊപ്പറാൻ കാണിക്കുന്നുണ്ടോ? ബാബു നീ പറഞ്ഞത് ഇവന്മാരെ ടാർഗറ്റ് ഇട്ട് അവനെ വെച്ചു കൊടുത്താലേ ഓരോ തവണ ഓരോരുത്തരെ കൊണ്ട് പിടിപ്പിച്ചാലോ. അങ്ങനെ വല്ല ചെയ്യാം, അതാണ് നല്ലത്. ടാർഗറ്റ് പപ്പടം വിനീതിന്റെ തല ഓരോരുത്തരെ കൊണ്ട് വെടിവെപ്പിക്കും. 3 മിനിറ്റ് കഴിഞ്ഞ് എണ്ണിക്കുമ്പോ അടുത്തവരെ കൊണ്ട് വെടിവെപ്പിക്കാം. 4 റൗണ്ട് വെടികൊള്ളും. അപ്പൊ എങ്ങനെ ഫസ്റ്റ് എന്താണ് പരിപാടി? ഫസ്റ്റ് മള്ളി ഫിസിക്കൽ ടെസ്റ്റ് 4 റൗണ്ട് ഓടട്ടെ, 10 പുഷപ്പ് ഇതടിക്കട്ടെ. നമ്മളെ ട്രെയിനിങ് സെഷൻ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഫസ്റ്റ് ഫിസിക്കൽ ടെസ്റ്റ്, മെന്റൽ ടെസ്റ്റ് ആൻഡ് സിറ്റുവേഷണൽ ടെസ്റ്റ് എന്നാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഫിസിക്കലി ഫിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് നമ്മൾ നടത്തുന്നത്. ഓക്കെ. അപ്പൊ ഇതില് നിങ്ങൾ 3 പേര് നമ്മൾ ഓരോരുത്തരായിട്ട് വിലയിരുത്താൻ വേണ്ടിയിട്ടാണ്. ഒരു ചെറിയ റണ്ണിങ് ടെസ്റ്റ് ആണ്. നിങ്ങൾ ഓടിപ്പോയി അവിടെ കാണുന്ന ഒരു ലൈറ്റ് ഉണ്ട്, നീല ലൈറ്റ്, അതിൽ ടച്ച് ചെയ്തിട്ട് നേരെ തിരിച്ച് ഈ ടയറിന്റെ ഇവിടെ വന്നിട്ട് 10 പുഷപ്പ് അടിക്കണം. അപ്പൊ തുടങ്ങാം. എടാ നീ എന്താ ഇവിടെ മാറിയിരിക്കുന്നേ? അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അവർക്ക് ട്രെയിനിങ് കൊടുക്കുമ്പോ അവരുടെ കൂടെ നിക്കലെന്നേ ഉള്ളൂ. ഞാൻ ഉദ്ദേശിച്ചത് നീ ടിവിയിലുള്ളതല്ലേ, അപ്പൊ ട്രെയിനിങ് കൊടുക്കുന്ന ബാക്കി ട്രെയിനിങ് കൊടുക്കുന്ന പിള്ളേരല്ലാതെ ബാക്കി എല്ലാവരും വെളിയിൽ നിൽക്കുമല്ലോ. നീ മാത്രമല്ലേ ഉളുപ്പില്ലാതെ ഇവിടെ നിൽക്കുന്നത്. എന്തിനാ ഇവിടെ നിൽക്കുന്നത്? വെളിയിൽ മിലിറ്ററി ബേസിന്റെ പുറത്ത് പോകൂടെ? വണ്ടി വല്ലതും എടുത്ത്. ഓക്കെ പറഞ്ഞോടല്ലേ ഇത് കഴിഞ്ഞ ടാർഗറ്റ് ടെസ്റ്റിൽ വെച്ചിരിക്കുന്നു ഞാൻ. വെള്ളമൊക്കെ കുടിക്കാൻ പറഞ്ഞു, വെള്ളം ഫുഡ് കഴിക്കാൻ പറഞ്ഞു. റെഡി 1 2 3